എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം അക്ഷരമുറ്റം ക്വിസിലെ കുറച്ച് ചോദ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 1921 നവംബർ 10 നടന്ന ദാരുണ സംഭവം ഏത്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 1921 നവംബർ 10 നടന്ന ദാരുണ സംഭവം ഏത്? ഉത്തരം വാഗൺ ട്രാജഡി. അടുത്ത ചോദ്യം, മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1911 ഒക്ടോബർ 11. അടുത്ത ചോദ്യം, കോഴിക്കോട്ടെ മിഠായി തെരുവിലെ ജീവിതം ചിത്രീകരിച്ച SK പൊറ്റക്കാടിൻ്റെ നോവൽ? ഉത്തരം ഒരു തെരുവിൻ്റെ കഥ. അടുത്ത ചോദ്യം, ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ സസ്തനി ഏത്? ഉത്തരം ഡോളി എന്ന ചെമ്മരിയാട്. അടുത്ത ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 10. അടുത്ത ചോദ്യം, ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥയുടെ രചയിതാവിന് 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളിയായ കവി ആരാണ്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. അടുത്ത ചോദ്യം, ഞങ്ങളാൽ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ? ഉത്തരം അയ്യങ്കാളി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ആര്? ഉത്തരം ശാന്തി പ്രസാദ്. അടുത്ത ചോദ്യം, ചോര തുടക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ പ്രശസ്തമായ ഈ വരികളുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരം ഏത്? ഉത്തരം കോട്ടയം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏത്? ഉത്തരം എറണാകുളം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്ഥിതി ചെയ്യുന്ന സാരാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ഏത് ദിവസമാണ് നോബൽ സമ്മാനം വിതരണത്തിനായി? ഉത്തരം ഡിസംബർ 10. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം ആണ്? ആരാണ് ശകവർഷം സ്ഥാപിച്ചത്? ഉത്തരം കനിഷ്കൻ. അടുത്ത ചോദ്യം, ആധാർ കാർഡ് ലോഗോ ഡിസൈൻ ചെയ്ത വ്യക്തി? ഉത്തരം അതുൽ പാണ്ഡെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്ന്? ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കുന്നതിന് പിന്നേറെ ചേർന്നാൽ എന്ന പ്രശസ്തമായ വരികളുടെ രചയിതാവ്? ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വികലാംഗ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഡിസംബർ 3. അടുത്ത ചോദ്യം, ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം P. ഭാസ്കരൻ. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സംവിധാനം കേരള സവാരി ഏത് ജില്ലയിൽ ആരംഭിക്കുന്നു? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 1921 ഡിസംബർ തമിഴ്നാട്ടിലെ കൂനൂരിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ ആര്? ഉത്തരം A. പ്രദീപ്. അടുത്ത ചോദ്യം, സർക്കാർ അനുമതി നൽകുന്ന ചേർമല ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല? ഉത്തരം കൊല്ലം. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ തുടർച്ചയായി 3-ാം വർഷവും ഒന്നാമതെത്തിയ സംസ്ഥാനം?
കേരളം. അടുത്ത ചോദ്യം, സ്ത്രീധനം, ഗാർഹിക അതിക്രമം എന്നിവയെക്കുറിച്ച് പരാതി നൽകാൻ ഏർപ്പെടുത്തിയ ഓൺലൈൻ സംവിധാനം. ഉത്തരം അപരാജിത. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമുക്ക് ഇനിയും കുറേ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.